ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു നല്ല റെയിനി ഡേ ആണ്. സോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ആമസോണിൻ്റെ സ്പിയർ കാണാൻ പോവുകയാണ്. ആമസോൺ സ്പിയർ, അതായത് നമ്മുടെ ആമസോണിൻ്റെ സിയാറ്റിലെ ഹെഡ് ക്വാർട്ടറിലാണ് പോകുന്നത്. സോ അത് കാണാൻ നമുക്ക് പബ്ലിക്കിന് ബുക്ക് ചെയ്യണം കേട്ടോ, നേരത്തെ ബുക്ക് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തു, നല്ല മഴയുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. പബ്ലിക്സിന് അവർ ഓപ്പൺ ആക്കും നമ്മുടെ സ്പിയേഴ്സ് വിസിറ്റ് ചെയ്യാൻ. സോ സാറ്റർഡേ, ഫസ്റ്റ് സാറ്റർഡേയും ആൻഡ് തേർഡ് സാറ്റർഡേയും, മന്തിലെ ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും അവർ അവരുടെ സൈറ്റിൽ തന്നെ അവർ ഈ ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് ബുക്ക് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. പ്രയർ ബുക്കിംഗ് ആണുള്ളത്. അപ്പം ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 1 month ആയെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി മറന്നിരിക്കുകയായിരുന്നു ബുക്ക് ചെയ്ത കാര്യം. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പം ഞാൻ ആക്ച്വലി ഇതൊരു 2-3 times ബുക്ക് ചെയ്തു, പക്ഷെ അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. ഓരോരോ കാര്യങ്ങളാകുമ്പോൾ പിന്നെ അതങ്ങ് അവർ നല്ല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു വർക്ക് സ്പേസ് ആണ് അവിടെ. അപ്പോൾ അവിടെ എത്രയോ ഒരുപാട് സ്പീഷീസിലുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. പാർക്ക് ചെയ്തോട്ടെ. ഇവിടെ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്. സ്പിയറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഫ്രീ പാർക്കിംഗ്. അപ്പോൾ ഒന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഇവിടെ ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ പെയ്ഡ് പാർക്കിംഗ് ഒക്കെ നോക്കിയെടുക്കണം. സോ അപ്പോൾ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുവാണ്. എന്തോ ഇട്ടത് ടൈം സ്റ്റാമ്പാണ് നോക്കിയിട്ട്, നമ്മൾ സ്റ്റാമ്പൊക്കെ ചെയ്ത് എല്ലാവരും. ഇതൊരു 3-storied ഡോമാണ് കേട്ടോ. ഇവർ ഒരുപാട് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസിനെ ഇവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല യുണീക്ക് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിയാറ്റിൽസ് ആമസോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് വർക്ക് ചെയ്യാം. ഫിഷ്, സ്മോൾ ഫിഷ്. Oh, fish is standing there. Where is the fish? Here's a fish. Oh, many fish. Look. Wow. Come this way. See this fish, Naidu. Oh, see the group of fishes going. ഇത് ഇവരുടെ വർക്ക് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഇരുന്ന്. സോ കണ്ടില്ല, ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നോക്കിയേ, അവിടെ അവരുടെ സെക്യൂരിറ്റീസ് ഇരിക്കും. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ID വേണം ഇവിടെ കയറാൻ അഡൽസിന്. പിന്നെ അപ്പം ഞങ്ങൾ
ഐഡിയ ഒക്കെ എടുത്തു. ആദ്യം മറന്നുപോയി. പിന്നെ റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ഈ ആമസോൺ സിയാറ്റിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്ച്വലി ഇത് ഒരു ലോഞ്ച് ഫോർ എംപ്ലോയീസ് ആയിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിൽഡ് വിത്ത് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ്, പിന്നെ ഒരു മിനിയേച്ചർ വാട്ടർഫോൾ, പിന്നെ ഒരു ട്രീ ഹൗസ്, മീറ്റിംഗ് റൂംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ഇതൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫീച്ചറാണ്. ഒരു അർബൻ ക്യാമ്പസ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആമസോൺ എംപ്ലോയീസിന് ഇവിടെ ഗ്യാദർ ചെയ്ത് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ് ആയിട്ടൊക്കെ ഇരുന്ന് ഒരു നമ്മുടെ മോഡേൺ വർക്ക് കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 40,000 പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അത് ഡിഫറെൻറ്റ് 30 കൺട്രീസിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്തേക്കുന്ന അറൗണ്ട് ഒരു 40,000 പ്ലാന്റ്സ് ഇവിടെയുണ്ട്. പിന്നെ ട്രീ ഹൗസ്, മീറ്റിംഗ് റൂംസ്, വാട്ടർഫോൾസ് ആൻഡ് 4 സ്റ്റോറി ലിവിങ് വാൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കിന് ആക്സസിബിൾ ആണ്. അത് ഫസ്റ്റ് ആൻഡ് തേർഡ് സാറ്റർഡേ ഓഫ് ഈച്ച് മന്ത് ആണ്. നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം ഇവരുടെ സൈറ്റിൽ. അവരുടെ മുകളിലൊരു നെസ്റ്റ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ നെസ്റ്റ്? കൊള്ളാം. ഈ ഒരു പ്ലാന്റ് കണ്ടോ? അത് ചെറിയ ചെറിയ ഇങ്ങനെ ഗ്രേപ്സ് പോലത്തെ എന്തോ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു ആ പ്ലാന്റിൻ്റെ. ഒരു യൂണീക്കായിട്ട് തോന്നി കണ്ടപ്പോൾ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന്. നമ്മൾ വരണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഇതിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ലൈറ്റൊക്കെ കൊടുത്ത് ഒരു ഗ്രീൻ ഹൗസ് പോലെ ഉണ്ട്. അത് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിക്കും കേട്ടോ. അതിൻ്റെ ഇങ്ങനെ അടിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലെ വാഴ പോലെ ഉണ്ട് ഈ ഒരു ചെടി. അത് നമ്മൾ അവിടെ നാട്ടിലുള്ള പോലെയല്ലേ? നോക്കിയാൽ ഈ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് വൈറ്റ് പ്ലാന്റ് എന്നാണ്. ബിഗ് പ്ലാന്റ്. Look that orange snake. Orange snake. അവൾ കണ്ടില്ല, അത് കാണിച്ചു കൊടുത്ത സ്നേക്ക് പോലെ ഇരിക്കണം. ആ ഓറഞ്ച് സ്നേക്ക്. ഓറഞ്ച്. ദിസ് വൺ ഓറഞ്ച് കളർ. ഒരു നല്ല രീതിയിൽ കുറേ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ലൊരു വർക്ക് സ്പേസ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെയേഴ്സ്. ഫോട്ടോ എടുക്കുകയാണ്. ഈ ഒരു പ്ലാന്റ് കണ്ട ആക്ച്വലി ഒരു പൈനാപ്പിൾ നിൽക്കും പോലെ ഉണ്ട്. കുട്ടി പൈനാപ്പിൾ, ലീൻ പൈനാപ്പിൾ. ഓ, അത് വാട്ടർ വീഴുന്ന കണ്ടാ? ഇത് വാട്ടർ വീഴുന്ന നോക്കിയേ. ലിസൺ ടു ദി സൗണ്ട്. സ്പ്രേ ചെയ്യുന്നു. ഓ മൈ ഗോഡ്. വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട് അവർ. ഈ പ്ലാന്റ്സ് ഇങ്ങനെയാണ് അവർ വാട്ടർ ഇവിടെ ഈ പ്ലാന്റ്സിന് വേണ്ടിയാണ് വാട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോക്ക് പോലെ പോകും, പക്ഷെ അത് വാട്ടറാണ്. ഇതല്ലേ ടെക്നോളജിയുടെ ഒരു മിനിയേച്ചർ പോലെയൊക്കെ ഉണ്ട്.
സോ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകണം. ഇനിയും ഒരു ടു സ്റ്റോറിയുടെ ഉണ്ട്. സോ അപ്പം നമ്മൾ കയറി പോവുകയാണ്. സോ അവിടെ അക്വാറിയംസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഫിഷസ് ഒക്കെ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു കോഫി ഏരിയ ആണ് കേട്ടോ. ഇതിൽ കോയിൻസ് ഒന്നും ഇടരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു കഫേ ഏരിയ. What is that? Froggy. And see the frog. Frog. See the orange frog. And see the orange frog. See, look here. Did you find the big one? What color? Did you see this one? Orange one. I see another frog. I see another frog. Where? We're here. Yeah. Look at its eyes. Wow. That's the ice mom. Maybe big ones. Mama frog will be there. How many are there? You found how many? See, one is also there. ഫുൾ എല്ലാം കണ്ടു. ഇപ്പോൾ തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 1 ഡേക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നൈദുവിന് വിശന്ന് തുടങ്ങി, ഹംഗ്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൈദു, ബൈ ഗൈസ്. സൺറൂം, സ്കൈ ഡക്ക് റൂം കൂടെ ഉണ്ട് കേട്ടോ. എന്തോ സൺറൂമോ അങ്ങനെ. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടി പോകുവാണ്. ലെറ്റ്സ് ഗോ. ഇത് ഓടി നടക്കുന്നു. എല്ലായിടത്തും ഉണ്ട് എലിവേറ്റർ. തിരിഞ്ഞു കിടക്ക്.
ഇത് സൺറൂമിൽ കിടക്കുകയാണ്. സ്മൈൽ. കൈ കാത്തു വെച്ചേ. ഇപ്പോൾ ഇവിടെ റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റ് റൂംസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. നൈദുവിന് റെസ്റ്റ് റൂം പോകണമെന്നാണ് പറയുന്നത്. നൈദു ദാറ്റ് ഇസ് ട്രാഷ് ക്യാൻ. ഫുള്ള് കണ്ട് കേട്ടോ. കണ്ടിട്ട് ഇനിയിപ്പോൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അങ്ങോട്ട് പോകണം. എക്സിറ്റ് ഇതുവഴിയാണ്. താഴെ ഇറങ്ങിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഫുള്ള് കണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടിട്ട് ഇനിയിപ്പം ഇതാണ് നമ്മുടെ എക്സിറ്റ് ഏരിയ. നമ്മൾ വന്ന് കയറി അവിടെ തന്നെ നമുക്ക് എക്സിറ്റ് അടിക്കണം. സോ അപ്പോൾ ഫുള്ള് കണ്ടു. അങ്ങനെ കുറേ നാളത്തെ ആമസോൺ സ്പിയർ എന്നുള്ള ഒരു ഇത് നടന്നിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും ആമസോൺ സ്പിയർ, അതായത് സിയാറ്റിലെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ സിറ്റുവേറ്റഡ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ ബൈ ആൻഡ് ഹാവ് എ നൈസ് വീക്കെൻഡ്. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഇരുണ്ട് കിടപ്പുണ്ട്, നല്ല ഗ്ലൂമിയാണ്. നമ്മൾ നടന്ന് ഇനി നമ്മുടെ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമുക്കൊരു 1 ഡേ ഒരു ഹാഫ് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വന്ന് കാണാൻ പറ്റിയൊരു പ്ലേസാണ്.